ഹലോ നമസ്കാരം. ALG ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു അടിപൊളി കമ്മൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. പൊട്ടും വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് സെറാമിക് കുന്തൻ സ്റ്റോൺസും പിന്നെ ഈ സ്ക്വയർ ഷേപ്പിലുള്ള സ്റ്റോൺസും സ്റ്റോൺ ചെയിനുമാണ് കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ സ്ക്വയർ ഷേപ്പിലുള്ള കമ്മൽ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഓഫ് ക്യാമറ ആദ്യം ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് OHP ഷീറ്റിലേക്ക് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സ്ക്വയർ ഷേപ്പിലുള്ള സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ ഈ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തത് ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചാണ് കേട്ടോ. അതെന്തുകൊണ്ടാണെന്നറിയോ, ഇതുപോലെയുള്ള സ്റ്റോൺസ് നമ്മൾ B7000 ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ച് കഴിയുമ്പോൾ അതിന്റെ പുറകിലുള്ള ആ സിൽവർ കളർ കോട്ടിംഗ് ഇല്ലേ, അതിലേക്ക് പോകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അതുകൊണ്ട് B7000 ഗ്ലൂവിന് പകരം ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്തത്. ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചില്ല കേട്ടോ. ആകെ ഈ 2 സ്റ്റോൺസ് ഒട്ടിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തത്. ബാക്കിയെല്ലാം B7000 ഗ്ലൂ വെച്ച് തന്നെയാണ് ഒട്ടിച്ചത്. അപ്പോൾ ആ സ്ക്വയർ ഷേപ്പിൽ സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അതിന് ചുറ്റും നമുക്ക് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോൾഡൻ സ്റ്റോൺ ചെയിൻ ആണ് കേട്ടോ, അതായത് സ്റ്റോൺസ് ഗോൾഡൻ വരുന്നത്. അങ്ങനെ ഈ സ്ക്വയർ ഷേപ്പിലുള്ള സ്റ്റോണിന്റെ ചുറ്റും ഇതുപോലെ 4 സൈഡിലും സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുക. ചെയിൻ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിന് ചുറ്റും നമുക്ക് സെറാമിക് കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഡ്രോപ്പ് ഷേപ്പിലുള്ള സെറാമിക് കുന്തൻ സ്റ്റോൺസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് B7000 ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഡ്രോപ്പ് ഷേപ്പിലുള്ള സ്റ്റോണില്ലേ, അത് ഞാൻ ഇതുപോലെ ആദ്യം 4 കോർണേഴ്സിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഓരോ കോർണേഴ്സിലും ഒട്ടിച്ചു കൊടുത്ത സ്റ്റോണിന്റെ 2 സൈഡിലായിട്ട് ഇതുപോലെ സ്റ്റോൺസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 4 സൈഡിലും വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നടുക്ക് ആ 3 സ്റ്റോൺസ് വെച്ച് കൊടുത്തിട്ടില്ലേ, അതിന്റെ നടുക്ക് ഒരു സ്പേസ് വരുമല്ലോ. ആ സ്പേസിൽ ഒരു സ്റ്റോണ് ഞാൻ വെറുതെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ബാക്കിയൊക്കെ സ്റ്റാൻഡിങ് ആയിട്ടല്ലേ വെച്ച് കൊടുത്തത്, ഇത് സ്ട്രെയിറ്റ് ആയിട്ടാണ് നടുക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ 4 സൈഡിലും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ മാത്രം ഇച്ചിരി ഗ്യാപ്പ് വന്നുപോയി. അപ്പോൾ ആ സൈഡിൽ മാത്രം സ്റ്റോൺസ് ഒക്കെ ഇത്രയും അറേഞ്ച് ചെയ്ത് കൊടുത്തപ്പോഴേക്കും ആ ഗ്യാപ്പ് ഫില്ലായിട്ടോ. അങ്ങനെ നമ്മുടെ കമ്മലിന്റെ ഹാങ്ങിങ് പോർഷൻ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റഡ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സ്റ്റഡ് വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത്. ആ സ്ക്വയർ ഷേപ്പിലുള്ള സ്റ്റോൺ ആദ്യം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിന് ചുറ്റും സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു കമ്മൽ അധികം വലിപ്പമുള്ള ഹാങ്ങിങ് കമ്മലല്ല കേട്ടോ. അപ്പൊ അധികം വലിപ്പമുള്ള ഹാങ്ങിങ് കമ്മലുകൾ ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ കമ്മലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ 2 കമ്മലിനും വേണ്ട സ്റ്റഡും ഹാങ്ങിങ്ങും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആകാൻ വെക്കാം. ഡ്രൈ ആയതിനു ശേഷം ഇതിന്റെ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്നതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇതുപോലെ OHP ഷീറ്റിൽ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്ന ഡിസൈൻസ് ഒക്കെ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിലെന്തൊക്കെ ടൂൾസ് ആണ് ഞാൻ ഉപയോഗിക്കാറെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾ കണ്ടായിരുന്നോ. അപ്പോൾ സ്റ്റഡിൽ നമ്മളൊരു സ്റ്റഡ് ബേസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഐപ്പിനും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഹാങ്ങിങ് ഇന്റർകണക്ട് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇനി നമുക്ക് ഹാങ്ങിങ് പോർഷനിൽ ഐപ്പിൻസ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം ഇന്റർകണക്ട് ചെയ്യാനുള്ളത് ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റഡിൽ ഞാൻ ഐപ്പിൻ വെർട്ടിക്കലായിട്ടായിരുന്നു വെച്ച് കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഇവിടെ ഹൊറിസോണ്ടലായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. എന്നാലേ നമുക്ക് ഇന്റർകണക്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഹാങ്ങിങ് ബീഡ്സ് അല്ലെങ്കിൽ ലോറിയാൽസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഐപ്പിൻസ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇന്റർകണക്ട് ചെയ്യാനുള്ള ഐപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഐപ്പിൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ 2 സൈഡിലേക്കും 4 വീതമാണ് കേട്ടോ ഐപ്പിൻസ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഇത് ഇവിടെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സൈഡിലും കൂടി ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഐപ്പിൻസ് എല്ലാം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ വാക്സ് പേപ്പർ കറക്റ്റ് ഷേപ്പിന് വെട്ടിയെടുത്തതും കൂടി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന ഐറ്റംസിൻ്റെ ഒക്കെ സെയിലും എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താലും മതി. വളരെ അഫോർഡബിൾ ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഹാങ്ങിങ് പോർഷനിൽ വാക്സ് പേപ്പർ ഒട്ടിച്ചു കൊടുത്തതുപോലെ തന്നെ സ്റ്റഡിലും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഡ്രൈ ആകാൻ വെക്കുക കേട്ടോ. ഡ്രൈ ആയതിനു ശേഷം മാത്രം ലോറിയാൽസ് ഇട്ട് കൊടുക്കുക, ഇന്റർകണക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ സ്റ്റഡും ഹാങ്ങിങ് പോർഷനും കൂടി ഇന്റർകണക്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ താഴേക്കുള്ള ഐപ്പിൻസിലെ അവിടെ ഞാൻ ലോറിയാൽസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഈ ഒരു കളർ വരുന്ന ലോറിയാൽസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ആ ലോറിയാൽസ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഞാൻ വാങ്ങിച്ചതാണ്. ഇനി ഓരോ ഐപ്പിൻസ് ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 3-4 ലോറിയാൽസ് വീതം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഓരോ ഐപ്പിനിലും 3 ലോറിയാൽസ് വീതമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം എനിക്ക് തോന്നി ഒരെണ്ണം കൂടെ ആഡ് ചെയ്ത് കൊടുത്തേക്കാമെന്ന്. അങ്ങനെ 4 വീതം ഓരോന്നിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തതും കൂടി ചെയ്തെടുക്കണം. ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഈ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.